പറഞ്ഞത്. അപ്പോ നമ്മുടെ വേലിക്കാടുള്ള AUPS അത് ഉൾപ്പെടുത്താൻ പോവുകയാണില്ലേ. നന്നായി എഴുതണു. എഴുതി നടക്കട്ടെ നടക്കട്ടെ. ചേർത്താൻ തുടങ്ങിയ കുട്ടികളെ ചേർത്താൻ തുടങ്ങി. അറിയും പോലെ നമ്മൾ കാക്കൂരില്ലേ? അതെ, കാക്കൂരാണല്ലോ. അതെ, ഇവിടെയാണ്. നമ്മുടെ സ്കൂൾ കൂടിയാണ്. വളരെ സന്തോഷമായി. എന്തായാലും ഒരു കുത്തം പിന്നാറ് പോലെ വെച്ചിരിക്കണേ. ഇത് ഞങ്ങൾക്ക് ഈ വർഷം പറളി ഉപജില്ലയില് കലോത്സവത്തില് 1ാം സ്ഥാനം, ഉപജില്ലയിലെ 51 സ്കൂളിലെ 1ാം സ്ഥാനം കിട്ടിയ സ്കൂളാണ് നമ്മുടെ സ്കൂള്. ഉപജില്ലയിൽ 1ാം സ്ഥാനമാണ് 51 സ്കൂളിൽ വെച്ചിട്ട് അതിന് കിട്ടിയതാണ് UP വിഭാഗം. അപ്പൊ സ്കൂള് പറഞ്ഞ മികച്ച പഠനം പറയുന്നത് വെറുതെയല്ല. മികച്ച പഠനം മാത്രമല്ല, മികച്ച ശാസ്ത്ര കലോത്സവ സാഹിത്യ മേളകളിലും 1ാം സ്ഥാനം കിട്ടിയ സ്കൂളാണ് നമ്മുടെ സ്കൂള്. കലാ സാഹിത്യ ശാസ്ത്ര കായിക മേളകളിലും 1ാം സ്ഥാനമാണ്. വേലിക്കാട് AUPS 1ാം സ്ഥാനമാണ്. ഈ കാണുന്നതെല്ലാം അതിന്റെ ഭാഗമായി കിട്ടിയ ഷീൽഡുകളും ട്രോഫികളുമാണ് ഈ കാണുന്നത്. എന്താ അത് എടുത്തിട്ട് പോകാൻ എന്താ പറയാ തെരുക്കമാടി തന്നെ വരണല്ലോ. വലുതാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 500 കുട്ടികളുണ്ട്. 500ഓളം കുട്ടികളുണ്ട്. ഭഗവാനെ, ഇന്നത്തെ കാലത്ത് പൊതുവിദ്യാലയങ്ങളിൽ 500ഓളം കുട്ടികൾ പഠിക്കുക പറഞ്ഞാലേ അവിടെ മികവുറ്റ പഠനം കൊടുക്കുന്നത് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും മികവുറ്റ പഠനം കൊണ്ടാണല്ലോ. അതാണ് പൊതുവിദ്യാലയങ്ങൾ അറിവിന്റെ നിറകുടങ്ങളാണ് ഇപ്പൊ വെറുതെയല്ല പറയുന്നത്. 100 കണക്കിന് കുട്ടികൾ ഇപ്പൊ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വരുമ്പോ നമ്മുടെ വേലിക്കാടുള്ള AUPSഉം മികച്ച പഠന നിലവാരത്തിലാണ് ഇല്ലേ. അപ്പോഴേ സ്കൂളിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് പറ്റില്ല കൂടിയാ മാത്രം പോരാ. അവിടെ പോയിട്ട് കാര്യങ്ങൾ നമുക്ക് പോകാം. അപ്പൊ ചാമ്യത്തിന്റെ പിന്നെ എന്താണ് പ്രസൻസിൽ ഒരാളെ നമുക്ക് ചേർക്കാം. അതെ, പിന്നെ വലിയ കാര്യമില്ലേ. അഭിപ്രായം പറഞ്ഞ പണ്ട് മുതലേ നമ്മളിവിടെ പഠിച്ചാണ്. അതായത് നമ്മുടെ അടുത്ത വീടാണ്, നടന്നു വരാനുള്ള ദൂരമുള്ളൂ. ടീച്ചർമാരാണെങ്കിലും എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ടീച്ചർമാരാണ്. ടീച്ചർമാരാണെങ്കിലും രഘുവട്ടനാണെങ്കിലും എല്ലാത്തിനും ഒരാള് ഇന്നലെ വയ്യാന്നുണ്ടെങ്കിലും ഇവിടെ ഇന്ന് കൊണ്ടുപോയി എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാരും ഒരു കുടുംബം പോലെ കുട്ടികളൊക്കെ കണ്ടു. നിങ്ങളെ വരവേൽക്കുന്നത് കണ്ടപ്പോ തന്നെ ഗമിയിൽ അങ്ങോട്ട് ഇരിക്കുകയല്ല, സ്നേഹത്തോടെ വിളിച്ചു വരുത്തി കൂട്ടങ്ങളൊക്കെ കൂടി അങ്ങും പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ടാണ് നിങ്ങളെ ഇവിടെ സ്വീകരിച്ചത്. കുടുംബം പോലെ ഏൽപ്പിക്കാലോ, ധൈര്യമായിട്ട് മക്കളെ ഇവിടെ ഏൽപ്പിക്കാലോ, നല്ലപോലെ നോക്കി പഠിപ്പിക്കുമല്ലോ. ഇതാണ് LKG പറയുന്നത്. ഇതാണ് LKG ക്ലാസ് റൂം. ചിത്രപ്പണിയൊക്കെ നന്നായി നടത്തിയിട്ടുണ്ടല്ലേ? നടത്തിയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ കുട്ടികൾ വെളിയിൽ പോയില്ല, ഇരുന്ന് നോക്കും. അല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികളെ സ്കൂളിലേക്ക് വരുന്നതിന്റെ മുമ്പേ ഈ ഫോണിലെല്ലാം കണ്ടുപഠിച്ചല്ലോ. അപ്പൊ പിന്നെ ഇവിടെ വന്നാൽ തന്നെ ഇതാണില്ലേ അതാണില്ലേ എന്നൊക്കെ പറഞ്ഞ് നന്നായി മനസ്സിരുത്തി പഠിക്കും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ. ഇന്നിപ്പോ കുട്ടികൾക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. സ്കൂളിലേക്ക് വരും, എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരും. പണ്ടാണ് അച്ഛനമ്മമാര് ചന്തിക്ക് കരച്ചിലില്ല. അല്ല, എന്ന പോലെയാണല്ലോ നിങ്ങളുടെ പെരുമാറ്റവും. പണ്ടും പിന്നെ കെട്ടുമാഷ് പറഞ്ഞ കെട്ട് പറക്കിയല്ലേ. ഇന്ന് അങ്ങനെയല്ലല്ലോ. എന്താണ് വിശേഷം വരെ ചോദിക്കാൻ തുടങ്ങി. ടീച്ചറെ എന്താ വിശേഷം ചോദിക്കും. അന്ന് കാണുമ്പോൾ തന്നെ പറക്കിയാണ്. അപ്പൊ ഇന്നത്തെ പഠന രീതി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. കുട്ടികളെ നന്നായി കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുവിദ്യാലയങ്ങൾ പറഞ്ഞ പ്രത്യേകിച്ച് ഈ 2 മാസം നിങ്ങൾക്കൊന്നും ഒഴിവില്ലല്ലോ. ക്യാമ്പുകളും പിന്നെ പരിശീലന ക്ലാസ്സുകളൊക്കെ ടീച്ചർമാർക്ക്, നമ്മുടെ ഇവിടുത്തെ ടീച്ചർമാർക്കും അങ്ങനെയാണ്. അപ്പോഴേ പുസ്തകം നമ്മുടെ അവിടെ വന്നു കഴിഞ്ഞു. പുസ്തകം തുറക്കേണ്ട താമസമുള്ളൂ. അതിന് മുമ്പ് കൊടുക്കും. നമ്മുടെ വേലിക്കാട് AUPSലാണ് ചാവിച്ച് നിൽക്കണേ. ഇംഗ്ലീഷ് പുസ്തകമില്ലേ? ഇംഗ്ലീഷ് പുസ്തകം 1ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കണ്ടോ? ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സ്കൂൾ ക്ലാസ്സുകൾ ഉണ്ട് ഇവിടെ.
നമ്മുടെ ഇവിടെ 1ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം LKG മുതൽ 7ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട്. അന്തരീക്ഷം നന്നായിരിക്കണം പറഞ്ഞത് വെറുതെ പോലെ നമ്മുടെ സ്കൂളിലെ അന്തരീക്ഷം അങ്ങനെ കൊടുക്കുന്നതാണ്. ചാമേച്ചിന് ഇഷ്ടമായോ ഞങ്ങളുടെ സ്കൂളിന്റെ അന്തരീക്ഷം? ചൂടാണ്, പേനുണ്ട്, അതേപോലെ തന്നെ മരവലാദികൾ ചുറ്റും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഹരിത വിദ്യാലയമാണ് ഇല്ലേ? ഹരിത വിദ്യാലയമാണ്. നമ്മുടെ വേലിക്കാട് AUPS ഹരിത വിദ്യാലയം കൂടിയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പൊ പുസ്തകമൊക്കെ ഇതാണ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ LKG സ്കൂളിൽ. ഞങ്ങളുടെ PTA പ്രസിഡന്റ് രാമേന്ദ്രൻ എന്ന പേര്. നമസ്കാരമുണ്ട്. അല്ല, വിദ്യാലയത്തിന്റെ കരുത്തുറ്റ പ്രവർത്തനത്തിന് PTA പ്രധാന പങ്ക് വഹിക്കുന്നു. ടീച്ചർമാർ കടന്ന് പാടുപെട്ടാ പോരാ, PTA സഹകരണം കൂടി ഉണ്ടാകുമ്പോഴാണ് നല്ല മികച്ച വിദ്യാലയം മാറാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അത് നല്ലോണം ഉണ്ടല്ലോ. അതാണ് വേണ്ടത്. അപ്പൊ നന്നായിട്ട് PTA പ്രവർത്തിക്കേണ്ടത് എന്നാണ് ടീച്ചർ പറയുന്നത്. കരുത്തുറ്റ വിദ്യാലയമായിട്ട് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവത്തിലാണല്ലോ നമ്മളൊക്കെ പഠിക്കുന്നത്. അനുഭവമാണല്ലോ. പള്ളി സബ് ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച വിദ്യാലയം പറഞ്ഞ് ഒരു ട്രോഫിയൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടല്ലേ. നല്ല കാര്യം. ചാമ്പ്യന്റെ മനസ്സ് നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. ഏത് നമ്മുടെ PTA കമ്മിറ്റി കീട്ടോളെ എല്ലാവരുടെയും കാണാൻ പറ്റിയില്ല, പ്രസിഡന്റിനെങ്കിലും കാണാൻ പറ്റിയില്ലേ? സന്തോഷം. ഗംഭീരമായിട്ട് പോട്ടെ. നമ്മുടെ അധ്യാപകരെന്ന് പറഞ്ഞാല് ഇവിടുത്തെ കുട്ടികളെ സ്വന്തം കുട്ടികളെക്കാൾ ഉപരി സ്നേഹിക്കുകയും അവരുടെ വീടിന്റെ ചുറ്റുപാട്, അവരെവിടുന്ന് വരുന്നു, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം എന്താണ്, അതൊക്കെ തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് ഇവിടുത്തെ അധ്യാപകർ. അതാണ് നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും വലിയ വിജയവും. അതാണ് വിജയം. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ, ഞങ്ങളുടെ പാരന്റ്സിന്, രക്ഷിതാക്കൾക്ക് ഞങ്ങളോട് വളരെ അടുത്ത ബന്ധമാണ്. അവർക്ക് അവരുടെ വീട്ടിൽ എങ്ങനെ ആണോ അവർ പോയി പെരുമാറുന്നത് അതുപോലെയാണ് ഞങ്ങളോട് വന്ന് ഇവിടെ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ധൈര്യമായിട്ട് അവർ അയച്ചുവിടും. അവർ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. അതേപോലെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോളെ, ഇടയിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്കൂളിൽ വന്ന് അന്വേഷിക്കണം രക്ഷിതാക്കള്. എന്താണ് പറഞ്ഞ അച്ഛനമ്മമാര് വരണ്ടേ എന്നുള്ള ഒരു ബോധവും കൂടി ഉണ്ടാക്കണം കാലത്ത്. അപ്പോഴേ സ്കൂളിലേക്ക് കൃത്യമായിട്ട് അവർ വരുവുള്ളൂ. ഇന്നത്തെ കാലത്ത് വഴി തെറ്റിക്കാൻ ഒരുപാട് പാപികൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ വേലിക്കാട് LP സ്കൂളിലൊന്നും ബാധിക്കാൻ പാടില്ല. മൊക്കിന് ഈ മയക്കുമരുന്ന് മിഠായി അത് ഇത് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനൊന്നും പെടാതെ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കാനേ രക്ഷിതാക്കളും കൂടി കൂടെ വേണം കേട്ടോളി. അധ്യാപകർ മാത്രം വിചാരം കൊണ്ടിട്ടും പാടുപെട്ടിട്ടും കാര്യമില്ല. നമ്മളെല്ലാവരും ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. നേരത്തെയൊക്കെ ഒന്നും അറിയണ്ട, പണിയും പാട് പറഞ്ഞ് അങ്ങോട്ട് അച്ഛനമ്മമാർ പോകും, കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. റാഞ്ചി കൊണ്ടുപോകാൻ ഒരുപാട് കഴുകന്മാരുണ്ട് ഇല്ലേ? നിങ്ങളും കൂടി ആവലാതിയിലാണ്. അവിടുന്ന് നല്ല ബുദ്ധിയോടുകൂടി എങ്ങനെയാ വീട്ടിൽ ഒപ്പടക്കിന് വേണ്ടാ നിങ്ങൾ അവിടുന്ന് അയച്ചുവിട്ട ബുദ്ധിയും കൊണ്ട് വന്നാൽ മതി വേണ്ടാണ്. അതാണ് ഇന്നത്തെ നാട്ടിന്റെ അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എന്നും മക്കളുടെ കാര്യങ്ങളൊക്കെ കണ്ടുകേട്ട് അറിഞ്ഞിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. അതും ഒരുപാട് കൈയെടുത്ത് കൊമ്പടികാട് അങ്ങനെയാണ് വേണ്ടത്. അല്ല ഞങ്ങളുടെ ഡ്യൂട്ടി മാത്രമേ ഞങ്ങൾ നോക്കുകയുള്ളൂ, ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ല ടീച്ചർമാരെ ഇരിക്കുന്നത്. കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ടാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വലിയ കാര്യമാണ് കേട്ടോളി. ചാമ്യച്ചൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് എല്ലാ ടീച്ചർ. മിക്കവാറും പണികളൊക്കെ ആക്കാൻ ധൃതിയിലാണ് പോലെ പണി. ഇതേത് ക്ലാസ് റൂമാണ് ഇനിയിപ്പോൾ കവാടം? സ്കൂൾ 2 മാസം ഒഴിവ് വരുമ്പോൾ സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണികളും പുതിയ കെട്ടിടവും ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് മാനേജർ രഘു സാർ. ഒരുപാട് കുട്ടികളുടെ ചിത്രങ്ങളുണ്ട് അല്ലേ? ഒരുപാട് കുട്ടികളുടെ ചിത്രം കണ്ടു. എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല അല്ലേ? ഞങ്ങളുടെ പ്രീ പ്രൈമറിയിലുള്ള കുട്ടികളുടെ ഉന്നത വിജയത്തിന്റെ ഫോട്ടോ ആണിത്. ബാനറാണ്. ഉന്നത വിജയം പറഞ്ഞാല് കേരള സംസ്ഥാനം നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയിൽ 2ാം റാങ്ക് ഒരുപാട് കുട്ടികൾക്ക്, 3ാം റാങ്ക് ഒരുപാട് കുട്ടികൾക്ക്, 10 റാങ്കിനുള്ളിൽ ഒരുപാട് കുട്ടികൾ നേടിയിട്ടുണ്ട്. ഒരുപാട് മിടുക്കന്മാരും മിടുക്കുകളുമാണ് അതിന്റെ ചിത്രമാണ്. മികവ് പറഞ്ഞ പറച്ചില് മാത്രമല്ല അനുഭവത്തിൽ കാണാൻ പറ്റും കേട്ടോളി. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആണല്ലേ നമ്മുടെ വണ്ടി. ഇത് 2 വണ്ടി നമ്മുടെ സ്കൂളിന് വേണ്ടി കുട്ടികൾക്ക് ട്രിപ്പ് അടിക്കുകയാണ്. 2 ബസ് ഉണ്ട്. അതിന് പുറമെയാണ് ഓട്ടോറിക്ഷ 3-4 ഓടുന്നുണ്ട് അല്ലേ? അപ്പോഴേ എല്ലാ മക്കളും വണ്ടിയിൽ തന്നെയാണ് വരുന്നത്. കുറെ കുട്ടികള്. വേലിക്കാട് AUPSന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നിൽക്കുന്നത് AUPSലെ വാഹനങ്ങളാണ് കേട്ടോളി. ഏത് വാഹനങ്ങൾ? 2 ബസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേപോലെ ഓട്ടോറിക്ഷയിലും കുട്ടികളെ
കൊണ്ടുവരുന്നുണ്ട്. എല്ലാ യാത്രാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടാണ് ഇനി വരാൻ പോണ അധ്യയന വർഷവും ഗംഭീരമായിട്ട് പഠനം നടക്കാൻ പോണത് ഇല്ലേ. അപ്പം എല്ലാവരും വരണം കളത്തോളി. ഇന്നത്തെ കാലത്ത് മുറ്റത്തുനിന്ന് കയറണം, സ്കൂൾ മുറ്റത്ത് വന്ന് ഇറങ്ങണം. ഇതാണ് രക്ഷിതാക്കളുടെ താല്പര്യം. ഇപ്പൊ നമ്മൾ എന്തിന്റെ ഉള്ളിലാണ് വെക്കണത്? ഇതൊരു സെൽഫി കോർണർ ഉണ്ടാക്കിയതാണ് ഞങ്ങള്. LKG UKG കുട്ടികൾക്ക്, ഈ ഡിഗ്രി കുട്ടികൾക്കൊക്കെ നമ്മൾ കറുത്ത കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വിതരണം അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ വിജയം കൊടുക്കുമല്ലോ, പട്ടം കൊടുക്കുമ്പോ ആ പട്ടം കൊടുക്കണ പോലെ ഇവിടുത്തെ 100 കുട്ടികൾക്ക് ഞങ്ങൾ ചെയ്തിരുന്നു. അതിന് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സെൽഫി കോർണർ ഉണ്ടാക്കിയതായത്. നമ്മുടെ വേലിക്കാട് UP സ്കൂളിലെ സെൽഫി ബോർഡിന്റെ ഉള്ളിലാണ് പ്രിയപ്പെട്ട HM ചാമ്പിച്ചു നിൽക്കണേ. ഹാള് പറഞ്ഞ ചില്ലറയല്ല, ഗംഭീരമാണ്. മികവുറ്റ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് കുട്ടികളെ മാടി വിളിക്കണ ഇടമാണ് വേലിക്കാട് UP സ്കൂള്. അവിടെയാണ് നിൽക്കുന്നത്. ഈ ഉറുദു, പിന്നെ എന്താ പറയാ, സംസ്കൃതം, അറബി ഇതൊക്കെ പഠിപ്പിക്കേണ്ടി പറഞ്ഞു. അപ്പൊ ടീച്ചർ പറയാണേ ഓരോ ദിവസവും ഓരോ ഭാഷ അസംബ്ലിയാണ് നടക്കുന്നത്. അസംബ്ലി 5 ദിവസം 5 ഭാഷയിലാണ് അസംബ്ലി നടക്കുന്നത്. അതായത് ഉറുദു, അറബി, സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും ഭാഷകളിൽ ഇവിടെ അസംബ്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്, വേലിക്കാട് AUPSലെ 5 ഭാഷകളിലാണ് അസംബ്ലി നടക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. AUP സ്കൂള് പറയുമ്പോ ചെറിയ സ്കൂളാണ്, പക്ഷെ ചെറിയ സ്കൂളാണെങ്കിലും കെട്ടിടം വലുതാണ്. അതേപോലെ തന്നെ വലുതാണ് ഗ്രൗണ്ട്, കളിസ്ഥലം വലിയൊരു സ്ഥലമാണല്ലോ. അത് സമ്മതിക്കണം കേട്ടോളെ. ഇത്രയും വലിയൊരു കളിസ്ഥലത്ത് അതും മരപരാധികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞു മക്കളുടെ ഇതിന്റെ മുന്നൊക്കെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വെച്ച് പിടിപ്പിച്ചതായിരിക്കില്ലേ. അതെ, കല്ലടിക്കോട് മലയടിവാരത്ത് താഴ്വരയില് ഉള്ള നമ്മുടെ വേലിക്കാട് AUPSന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു മക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ് പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. പ്ലാവ് തൊട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, കുയ്യാക്ക മരം തൊട്ടുണ്ട് ഇല്ലേ. അതേപോലെ ജൈവ ഉദ്യാനമുണ്ട്, ജൈവ വൈവിധ്യ ഉദ്യാനമുണ്ട്. കൂടി കണ്ടിട്ട് കേട്ടോളെ, ജൈവ വൈവിധ്യ ഉദ്യാനം കൂടി നമ്മുടെ വേലിക്കാട് AUPSലുണ്ട്. എല്ലാം കൊണ്ടും മികച്ച പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഠനത്തിൻ്റെ പുറകെ ഈ കുട്ടികൾക്കുള്ള വേറെ കായികാധ്വാന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതായത് സ്പോർട്സിന് പ്രത്യേക പരിശീലനം ഉണ്ട്, കരാട്ടെ പരിശീലനം ഉണ്ട്, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്, നൃത്തമുണ്ട്. പിന്നെ അബാക്കസ് പോലെ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം, അതായത് ഇംഗ്ലീഷ് ടാലന്റ് ലാബ്, അത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം ഒരുപാട് പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ സംസ്കൃതം, ഉറുദു, അറബി, എല്ലാ വിഷയങ്ങളിലും അവരുടെ മത്സര പരീക്ഷകളിലും അതുപോലെ അവരുടെ മത്സരങ്ങളിലും ഒക്കെ നമ്മുടെ സ്കൂളിൽ 1ാം സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് അപ്പൊ സംസ്കൃതം, ഉറുദു, അറബി മത്സര പരീക്ഷകളിൽ നമ്മുടെ വേലിക്കാട് AUPS പറളി ഉപജില്ലയിൽ വെച്ചിട്ട് 1ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മികവിന്റെ കേന്ദ്രമായി പൊതുവിദ്യാലയങ്ങൾ മികച്ചതായി, അധ്യാപകരാകട്ടെ കരുത്തരായി, പഠിക്കുന്ന മക്കളോ മിടുമിടുക്കരായി. പഠിപ്പില്ല ആലയം എന്ന പേരിൽ പഴിച്ചു നടന്നവർ മിഴിച്ചുപോയി. പണം വീശി പഠിപ്പിച്ച മക്കളെക്കാൾ മിടുക്കരാ മക്കളിന്നിവിടെയായി. അറിവിന്റെ മികവിന്റെ കേന്ദ്രമായി പൊതുവിദ്യാലയങ്ങൾ തിളങ്ങുമ്പോൾ നമ്മുടെ മുണ്ടൂര് വേലിക്കാട് AUPS മികവിന്റെ കേന്ദ്രമായി മുന്നേറുകയാണ്. എല്ലാവരും വരണം. മികവുറ്റ പഠനമാണ് മക്കൾക്ക് കൊടുക്കുന്നത്.